ശ്രീ ജയചന്ദ്രൻ ഇവിടെ ഈ സുധാകരൻ ഒരു പച്ച മനുഷ്യനാണ്. നേരത്തെയും പല വിധത്തിലുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ആയിരുന്നു. അദ്ദേഹം തുറന്നു പറയുന്ന ഒരാളാണ്. ഇവിടെ അദ്ദേഹം അതിനുശേഷം മാധ്യമങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ മാധ്യമപ്രവർത്തകരെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിർത്തിയപ്പോൾ, കാരണം YMCയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സതീശൻ പോയി ഒരു അരമണിക്കൂറോളം മാധ്യമങ്ങൾക്ക് ഈ പറഞ്ഞ് വെച്ചതിനേക്കാൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ സ്വാഭാവികമായി പറഞ്ഞ ഒരു പ്രകടമാക്കിയ ഒരു നീരസം എന്നതിനപ്പുറം സുധാകരനെ പോലെ ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ അതിനെ ഇത്ര വലിയ ഗൗരവമായി എടുക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം കൂടി കോൺഗ്രസിൽ നിന്നും ചില ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് നേതാക്കളിൽ നിന്ന് അത്രയൊരു അഭിപ്രായം ഉയരാൻ ഇടയില്ല എന്നാണ് രഞ്ജിത്തെ എനിക്ക് തോന്നുന്നത്. കാരണം ഈ കെ സുധാകരന്റെ ഒരു പതിവ് രീതിയാണിത്. യാദൃച്ഛികമായി പുതുപ്പള്ളിയിലോ അതിലും യാദൃച്ഛികമായി ഇന്ന് ആലപ്പുഴയിലോ സംഭവിച്ച ഒരു നാക്കുപിഴയായിട്ട് കരുതുന്നവരുണ്ടെങ്കിൽ അവരുടെ ആ നിഷ്കളങ്കതയെ ഞാൻ സവിനയം നിരാകരിക്കുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയും ഇക്കാര്യത്തിൽ. കാരണം സുധാകരൻ അങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ അടയാളപ്പെടുത്തുന്നത്. എക്കാലവും അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ. ഇതുവരെ കഴിഞ്ഞ കുറെ കാലമായിട്ടുണ്ടായിരുന്ന വളരെ രാഷ്ട്രീയ പ്രവർത്തന രീതികളും ചരിത്രത്തിലും ആൾക്കാരോടുള്ള പെരുമാറ്റത്തിലും ഒക്കെ ഉള്ളത് നേതാക്കളോട്, സ്വന്തം നേതാക്കളോട് കാണിക്കാൻ തുടങ്ങുന്ന അടുത്ത കാലത്താണ്. അതിന് നമ്മൾ പറയില്ലേ, ഈ പരനിന്ദ അല്ലെങ്കിൽ പരപുച്ഛം എന്ന് പറയുന്ന ആ ഒരു പരനിന്ദയാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിലും പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് കാണിച്ചത്. അത് കേവലം കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തര കാര്യം, അല്ലെങ്കിൽ ഞങ്ങൾ ജ്യേഷ്ഠാനുജന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് തണുപ്പിക്കാനുള്ള ശ്രമം പ്രതിപക്ഷ നേതാവ് നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ജസ്റ്റ് എന്താണെന്ന് നോക്കിയാൽ രാവിലെ 10 മണിക്കാണ് DCC ഓഫീസിൽ നിന്ന് വാർത്താ സമ്മേളനം. 10 മണിന്നാണ് സമയം പറയുന്നത്. 10:15 വാർത്താലേഖകരെല്ലാം അവിടെ എത്തുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് സുധാകരൻ വരുന്നു. 10:45 VD സതീശനെ കാണുന്നില്ല. അപ്പോഴാണ് പുള്ളി ഇതിങ്ങനെ പറയുന്നത്. DCC പ്രസിഡന്റ് ബാബു പ്രസാദിനോടാണ് ചോദിക്കുന്നത്, എന്തിയെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മായിൽ തുടങ്ങുന്ന ശ്രീ ഫക്രുദ്ദീൻ പറഞ്ഞതുപോലെ ഒരു സാധാരണ തരപ്രയോഗം എന്ന് അദ്ദേഹം പറഞ്ഞ സാധാരണ എന്നാണല്ലോ. ഞാൻ അങ്ങനെയല്ല കാണുന്നതെന്നാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞു വരുന്നത്. സതീശൻ പറഞ്ഞത്, ഞങ്ങളുടെ റിപ്പോർട്ടർമാരോട് ചോദിച്ചത്, നിങ്ങളുടെ ക്യാമറമാൻ ഇങ്ങനെ ഒരു അരമണിക്കൂർ വൈകിയാൽ ഇങ്ങനെ ഒരു പരിപാടിയിൽ വരാൻ കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും ആ വാക്ക് ഉപയോഗിക്കില്ലേ? അങ്ങ് വിചാരിച്ചാൽ മതി. സ്വാഭാവികമായ ഒരു വാക്കാണത്. അതിനപ്പുറത്ത് മറ്റൊരല്ലോ ഇത് അങ്ങനെ സ്വാഭാവികം എന്ന് പറയുമ്പോ ഈ സർക്കാരിനെതിരെയുള്ള സമരാഗ്നിയാണ് ഇവർ നയിച്ചുകൊണ്ട് വന്നത് ആലപ്പുഴ വരെ. ഇന്നലെ ഇന്ന് രാവിലെ കല്യാണി ഓഡിറ്റോറിയത്തിലാണ് വാർത്താ സമ്മേളനം വിളിച്ചിരുന്നത്. പക്ഷേ സ്വന്തം നേതാവ്, പ്രത്യേകിച്ചും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള കോൺഗ്രസ് നേതാവിനോട് ക്ഷോഭാഗ്നി പ്രകടിപ്പിക്കുന്ന KPCC പ്രസിഡന്റിനെയാണ് ഇന്ന് നമ്മൾ ആ പദപ്രയോഗത്തിലൂടെ കാണുന്നത്. അത് യാദൃച്ഛികമല്ല എന്നുള്ളതിന്റെ മറ്റൊരു തെളിവ് പുതുപ്പള്ളി ആയിരുന്നല്ലോ. എല്ലാവരും കണ്ടത്, ഇപ്പൊ പലരും പറഞ്ഞതുമാണല്ലോ ഇവിടെ. അപ്പൊ അതുണ്ട്, അത് ചെയ്തു പോരുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇദ്ദേഹത്തിന്റെ ഈ ഒരു രീതി എന്ന് പറയുന്നത് ഒട്ടും പുതിയതായിട്ട് വരുന്നതല്ല. സഹജമായ അദ്ദേഹത്തിന്റെ ഒരു രീതി അങ്ങനെ തന്നെയാണ്. അതിപ്പോ എന്തുകൊണ്ട് പുറത്തേക്ക് വരുന്നൊക്കെ അവർ പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു സംഗതി വരുന്നത് എന്താണെന്നറിയാമോ? ഇദ്ദേഹത്തിനെ വെച്ചുകൊണ്ട് പോകാൻ കഴിയില്ല എന്നുള്ള പ്രശ്നം കോൺഗ്രസിൽ പല നേതാക്കളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്യുന്നുണ്ട്, എപ്പോഴും ഉണ്ട്, അതുണ്ട്. അപ്പോ എന്താണ് ചെയ്യാൻ കഴിയുക? ഇപ്പൊ ലീഗ് കണ്ണൂർ സീറ്റ് ചോദിക്കുന്നു എന്ന് ഇവിടെ പറഞ്ഞത് എന്നോട് എനിക്ക് വിയോജിപ്പാണ് കേട്ടോ. ലീഗ് കണ്ണൂർ സീറ്റ് ചോദിക്കുന്നില്ല വാസ്തവത്തിൽ. പക്ഷെ വയനാടും കോഴിക്കോടും ഇപ്പൊ ആലപ്പുഴക്കാരി ഇപ്പം ന്യൂസ് 8 സ്ക്രോൾ ചെയ്ത് വരുന്നുണ്ടല്ലോ, ആലപ്പുഴയൊക്കെ ചോദിക്കുന്നുണ്ട് അവര്, അത് വേറെ കാര്യം. പക്ഷേ കണ്ണൂർ ചോദിക്കുന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിർത്തി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ KPCC പ്രസിഡന്റ് വീണ്ടും മത്സരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ സ്ഥാനം മാറണ്ടേ, ഒഴിയണ്ടേ, വേണ്ടി വരുമല്ലോ. അപ്പൊ എന്താണ്, ഈ മുൻ KPCC പ്രസിഡന്റുമാരെ വീണ്ടും PCC പ്രസിഡന്റായിട്ട് AICC നിശ്ചയിക്കില്ല. അത് കോൺഗ്രസിന്റെ രീതിയാണ്. അതുകൊണ്ട് തന്നെ K മുരളീധരനും വേറൊരു അവസരം കൊടുക്കാൻ കഴിയില്ല. രമേശ് ചെന്നിത്തലയുണ്ടല്ലോ അതിലും മിടുക്കനായിട്ടുള്ളത്. ഈ ഒരു കാരണം കൊണ്ട് മുൻ PCC പ്രസിഡന്റുമാരെ വീണ്ടും പ്രസിഡന്റായിട്ട് വാഴിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ കൺസിക്യൂട്ടീവ് ടൈം ആയിരിക്കണം, ഒരു ടൈമിന് തുടർച്ചയായിട്ട് അടുത്ത ടൈം. അതല്ലാതെ മാറിക്കഴിഞ്ഞിട്ട് വീണ്ടും ഒരാളെ വാഴിക്കാൻ പറ്റില്ല. അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് വരുന്ന എന്താണെന്നറിയാമോ? ഇത് ഈ താഴെ തട്ടിലേക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അതുകൊണ്ടാണല്ലോ ഉച്ച കഴിഞ്ഞ് റമദ ഹോട്ടൽ, അവർ ഇന്നലെ തങ്ങിയ റമദ ഹോട്ടലിലായിരുന്നു, ഉച്ച കഴിഞ്ഞ്
വീണ്ടും വാർത്താലേഖകരെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് കെ സുധാകരനും അദ്ദേഹം ജ്യേഷ്ഠാനുജന്മാരാണ് തമ്മിൽ എന്ന് വി ഡി സതീശനും വീണ്ടും പറഞ്ഞ് പിന്നെ പത്തനംതിട്ടയ്ക്ക് പിരിയുകയാണ്. പത്തനംതിട്ട ചെന്നിട്ട് എന്തായാലും ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഏതായാലും ആലപ്പുഴ എപ്പിസോഡ് ഇത്രയും കാര്യങ്ങളാണ് രാവിലെ മുതൽ ഉച്ച കഴിഞ്ഞ് 2-2:30 വരെ ഉള്ള സമയത്തിനിടയ്ക്ക് ഉണ്ടാവുന്നത്.